എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ കേരളത്തിലെ നല്ല നേതാക്കന്മാരെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നുള്ളത്. അതും പ്രത്യേകിച്ച് വരും തലമുറയുടെ പ്രതീക്ഷയായ വ്യക്തികളെ. അങ്ങനെയാണ് ഞാൻ ഈ ഷോ ആരംഭിക്കുന്നത്. ഇതിൽ എൻ്റെ പ്രഥമ ഷോയാണിത്. ഞാൻ ആലോചിച്ചു ആരെയാണ് ആദ്യം ജനങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. പ്രത്യേകിച്ച് ഞാൻ തൃശ്ശൂരായതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കരുത്തനായ ലീഡറാണ് ഇന്നെൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്, എൻ്റെ അതിഥിയായിട്ട്. കേരളം പൊതുവെയും തൃശ്ശൂർ പ്രത്യേകിച്ചും ഒരു പ്രതീക്ഷയായി കാണുന്ന ലീഡർ. ഞങ്ങൾ പറയും കാലം കരുതി വെച്ച അല്ലെങ്കിൽ കാസൂക്ഷിച്ച ഒരു നേതാവാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, ശ്രീ ജോസ് വള്ളൂർ. നമസ്കാരം. നമസ്കാരം. രാഷ്ട്രീയ ജീവിതമാണ് നിങ്ങളുടെ. ഞാൻ കണ്ടുമുട്ടി അന്ന് മുതൽ ഞാൻ നിങ്ങൾ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആസ് എൻ ഇൻസ്പയറിംഗ് ലീഡർ, എ പവർഫുൾ ലീഡർ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങളുടെ ചരിത്രം അന്തിക്കാട് എന്ന് പറയുന്ന സമരങ്ങളുടെ കളിത്തൊട്ടിൽ എന്നൊക്കെ പറയാം. ഒരുപാട് സമരങ്ങൾക്ക് വേദിയൊരുക്കിയിട്ടുള്ള അന്തിക്കാട് നിന്നും ഒരു KSU നേതാവ് ജന്മെടുക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല, എനിക്കറിയാം. പക്ഷെ നിങ്ങളെപ്പോഴും നേതാവ് അവിടെ നിന്നാണ് ആദ്യം ആരംഭിക്കുന്നത്. ഇപ്പോൾ ആ അന്തിക്കാട് ഗവൺമെൻറ് സ്കൂളിൽ നിന്നും ആരംഭിച്ച രാഷ്ട്രീയ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീ ജോസ് എങ്ങനെ അതിനെ വിലയിരുത്തുന്നു? നമസ്കാരം മാഷേ. എന്തായാലും ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് എന്നെ വിളിച്ചതിൽ പ്രത്യേകം നന്ദി പറയണം മാഷോട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരിൽ ഒരുപാട് പേര് മാഷ് പരിചയമുള്ളവരുണ്ട്. വ്യത്യസ്ത സ്വഭാവമുള്ളവർ, വ്യത്യസ്ത രീതിയുള്ളവർ, ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്താൻ തയ്യാറായവർ, ഇപ്പോഴും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നവരൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ അന്തിക്കാട് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ അന്തിക്കാട് സ്കൂളിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ളൊരു പ്രദേശമാണ് അന്തിക്കാട്. അതെ. ഒരുപാട് ചെത്തു തൊഴിലാളികളുടെ മക്കൾ, സാധാരണക്കാരുടെ മക്കൾ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ മുന്നോട്ട് പോകുന്നവരാണ്. അതിനിടയിൽ KSU എന്ന് പറഞ്ഞാൽ അടി കിട്ടുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ KSUവിന് വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞതിലാണ് എന്നെ ആദ്യം തല്ലിയത്. ആ തല്ലാണ് ഞാനൊരു KSUക്കാരനായി മാറാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. എക്സലൻറ്റ്. അപ്പം അങ്ങനെ ചെറുപ്പം മുതലേ നമുക്കിഷ്ടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ, നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ, നമുക്ക് താല്പര്യമുള്ള പ്രത്യയശാസ്ത്രത്തിലൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം മറ്റൊന്നും കൂടി ഉണ്ടായില്ലേ. ഈ സാധാരണ പഠിക്കാനാണ് സ്കൂളിൽ പോകുന്നത്, പിന്നെ നിങ്ങൾക്കിങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ചിന്താഗതി അവിടെ വെച്ച് വന്നു. അങ്ങനെ നിങ്ങൾക്കൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു വീട്ടിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം വന്നിരിക്കുന്ന ഒരു ചിന്താഗതിയായിരുന്നു? അല്ല, പഠിക്കാൻ തന്നെയാണ് നമ്മൾ പഠന കാലയളവിൽ പഠിക്കുക തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. പഠനത്തോടൊപ്പം നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥയോട് പോരാടുക, ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ചെറുപ്പം മുതലേ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു ആശയമാണത്. അതിലെൻ്റെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളത് എൻ്റെ ഫാദറാണ്. എൻ്റെ ഫാദർ നല്ലൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം വീട്ടിൽ കോൺഗ്രസിനെക്കുറിച്ചും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും കോൺഗ്രസിൻ്റെ സവിശേഷമായ പ്രവർത്തന ശൈലിയെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അത് കേട്ട് വളർന്ന ഒരു മനസ്സ് എനിക്കുണ്ട്. അപ്പോൾ അച്ഛനിൽ നിന്നാണ് ബാലപാഠങ്ങൾ പഠിച്ചത്? തീർച്ചയായിട്ടും. അങ്ങനെയാണ് അന്തിക്കാട് സ്കൂളിൽ ചെല്ലുന്നത്. അന്തിക്കാട് സ്കൂളിൽ ഞാൻ കുറേ കൂടെ ആക്റ്റീവ് ആവാൻ കാരണം അന്ന് ശ്രീ VM സുധീരൻ, അന്തിക്കാട്ടുകാരനാണ് VM സുധീരൻ എന്നറിയാലോ. അറിയാം. സുധീരൻ KSU പ്രസിഡൻ്റായിരുന്നു, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയ സമയത്താണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് പാർലമെൻറ്റിൽ മത്സരിക്കാൻ അവസരം കിട്ടുന്നത്. ആലപ്പുഴയിൽ 77 എൻ്റെ ഓർമ്മ. അദ്ദേഹം പാർലമെൻറ്റിൽ ഫസ്റ്റ് മത്സരിക്കുന്നു. വലിയ മത്സരം നടന്ന് ആലപ്പുഴയിൽ ചരിത്രത്തിൽ ആദ്യമായി ബാലാനന്ദൻ എന്ന് പറയുന്ന ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് അദ്ദേഹം പരാജയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പക്കാരുടെ മനസ്സിലെ ഹീറോ ആണ് പ്രിയപ്പെട്ട VM സുധീരൻ. അപ്പോൾ സുധീരൻ ഇടയ്ക്ക് അന്തിക്കാട് വരുമ്പോൾ അന്തിക്കാട് സ്കൂളിൽ വരും. അന്തിക്കാട് സ്കൂളിൽ എന്നെയൊക്കെ പഠിപ്പിച്ച ജയേന്ദ്രൻ മാഷ് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ്. അദ്ദേഹവുമായി സംസാരിക്കാൻ വരുന്ന സുധീരനും ജയേന്ദ്രൻ മാഷും കൂടെ അന്തിക്കാട് സ്കൂളിലെ മൈതാനിയിൽ നിന്ന് സംസാരിക്കുന്നത് ആരാധനയോടുകൂടി ഞാനൊക്കെ നോക്കി നിന്നിട്ടുണ്ട്. അപ്പം അന്ന് മുതലേ നമ്മുടെ മനസ്സിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെക്കുറിച്ചും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെക്കുറിച്ചും
പ്രത്യേകിച്ച് സുധീരനെ പോലെയുള്ള നേതാക്കന്മാരുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ചൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നല്ല നേതാക്കന്മാരാണ് വരും തലമുറ ഇൻസ്പയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ധീര വീര VM സുധീര ധീരരെ നയിച്ചോളൂ. ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ മുദ്രാവാക്യമൊക്കെ പിന്നീട് കൃത്യമായിട്ട് കേട്ട മുദ്രാവാക്യമാണ്. ഞാൻ അന്നത് കേട്ടിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ആ മുദ്രാവാക്യമൊക്കെ വിളിക്കുന്ന സമയമായിരുന്നു അന്ന്. കാരണം സെൻറ് തോമസ് കോളേജിൻ്റെ മുന്നിൽ VM സുധീരൻ KSU നേതാവായിരുന്ന കാലഘട്ടങ്ങളിൽ സെൻറ് തോമസ് കോളേജിലേക്ക് പ്രവർത്തിക്കാൻ ചെന്നപ്പോൾ അവിടെ വെച്ചിട്ട് വലിയ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ സഹപ്രവർത്തകനായ ഒരു സുഹൃത്ത് അന്ന് KSUവിൻ്റെ നേതാവ് വിളിച്ച ഒരു മുദ്രാവാക്യമാണ് ധീര വീര VM സുധീര. അത് ബ്രാൻഡായി മാറി. അത് ബ്രാൻഡായി മാറി. അത് VMൻ്റെ ഒരു പ്രത്യേകത കൂടെ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയാണ് നമ്മൾ KSU പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒപ്പം നന്നായി പഠിക്കുക എന്നുള്ളത് നമ്മുടെ താല്പര്യം തന്നെയായിരുന്നു. കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ടീച്ചറുണ്ട്, എന്നെ പഠിപ്പിച്ച ടീച്ചറുണ്ട്, ബേബി ടീച്ചറുടെ പിതാവ് ആ കാലഘട്ടത്തിനുള്ള തൊട്ട് മുമ്പത്തെ കാലഘട്ടം അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു കോൺഗ്രസിൻ്റെ. വലിയൊരു കോൺഗ്രസ് നേതാവ്, സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത ഒരു തലമുറയിൽപ്പെട്ട ഒരാളാണ് പ്രിയപ്പെട്ട കരുണാകരൻ മാസ്റ്റർ. കരുണാകരൻ മാസ്റ്റർ മകളാണ് ബേബി ടീച്ചർ എന്നുള്ളതുകൊണ്ടും എന്നെ 3 വർഷം പഠിപ്പിച്ച ടീച്ചറാണെന്നുള്ളതിന് പോലും ഏറെ മനസ്സിൽ വലിയ സ്ഥാനമുള്ളൊരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ടീച്ചർ. അപ്പോൾ അതൊക്കെ നമ്മളിലേക്ക് ബേബി ടീച്ചറുടെ പിതാവ്, എൻ്റെ ഫാദർ VM സുധീരൻ, അങ്ങനെ ആ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ എത്ര പ്രതിബന്ധങ്ങളുണ്ടായാലും ശക്തമായ പ്രവർത്തനം നടത്താനുള്ള മനസ്സ് നമുക്കന്ന് അവിടെ വെച്ച് അടിത്തറ പാകിയെടുത്തു. യെസ്. പിറ്റത്തെ വർഷം ഞാൻ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റ് ആകുമ്പോൾ ആ കാലഘട്ടങ്ങളിലാണ് ശ്രീ രമേശ് ചെന്നിത്തല KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പോൾ രമേശ് ചെന്നിത്തല സംസ്ഥാന പ്രസിഡൻറ്റും ഞാൻ അന്തിക്കാട് സ്കൂളിലെ യൂണിറ്റ് പ്രസിഡൻറ്റും. ഞാൻ ഏറ്റവും അടിത്തട്ടിലെ ഒരു യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റ്. ശ്രീ രമേശ് ചെന്നിത്തല KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ്. സ്വാഭാവികമായി നമുക്ക് തോന്നുന്ന ഒരു വികാരം അന്ന് മുതലേ മനസ്സിനകത്ത് ശക്തമായ KSU പ്രവർത്തനം നടത്തണമെന്ന് തീരുമാനിക്കുകയും ഒരുപാട് വെല്ലുവിളികളെ, ഒരുപാട് ഇഷ്യൂസിലൊക്കെ ബന്ധപ്പെട്ട് ചെറുപ്പത്തിലേ തന്നെ അതിലൊക്കെ ബന്ധപ്പെടാൻ കഴിഞ്ഞു. പക്ഷേ എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിനകത്ത് KSU പ്രവർത്തനം നടത്തുക എന്നുള്ളത് ദുഷ്കരമായൊരു കാര്യമാണ്. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ പോലും എത്ര ത്യാഗം സഹിച്ചിട്ടാണെങ്കിൽ പോലും സംഘടനാ പ്രവർത്തനം നടത്തണം എന്നുള്ള ഒരു വലിയ വാശി മനസ്സിൽ തോന്നിയിരുന്നു. ആ ഒരു വാശിയുടെയൊക്കെ പിന്നീടുള്ള പ്രവർത്തനത്തിന് വലിയ കരുത്ത് ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ ശേഷം പിന്നീട് കോളേജ് പ്രവർത്തനം എവിടെയായിരുന്നു? നാട്ടി SN കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. അപ്പോൾ KSUവിൻ്റെ മുഴുവൻ പ്രവർത്തനമായി മാറി. പിന്നീട് കോളേജിൽ ചെന്നപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വേറെ കുറച്ചും കൂടി ഉയർന്ന തലം എത്തിയല്ലോ. സ്വാഭാവികമായിട്ടും ഒരുപാട് KSU നേതാക്കന്മാർ, ഇപ്പം എന്നെയൊക്കെ പൊളിറ്റിക്സിൽ വളരെ സജീവമാക്കി കൊണ്ടുവന്നൊരു TG സുരേഷ് കുമാർ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. TN പ്രതാപൻ KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അവരൊക്കെ അന്ന് KSUവിൻ്റെ നേതാക്കന്മാരായി, എൻ്റെ കാലഘട്ടങ്ങളിലെ KSU നേതാക്കന്മാരായി നടന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കോളേജിലേക്ക് ചെല്ലുന്നത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ KSUവിൻ്റെ പ്രവർത്തനങ്ങളിൽ അതിൽ നിന്ന് കിട്ടിയ നേട്ടങ്ങളൊക്കെ എന്താണെന്ന് പറയാൻ പറ്റും? ഒരുപാട് നേട്ടങ്ങൾ KSU പ്രവർത്തന കാലഘട്ടങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ആ കാലഘട്ടങ്ങളിലെ പ്രവർത്തനത്തിൽ നമുക്കുണ്ടായ സൗഹൃദങ്ങൾ, നമ്മുടെ സഹപാഠികൾ, സുഹൃത്തുക്കൾ, സൗഹൃദങ്ങൾ, ഇത് ജീവിതത്തിൽ വലിയ സമ്പത്തുണ്ടാക്കി തന്നിട്ടുണ്ട്. ജീവിതത്തിൽ സമ്പത്തുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സമ്പത്തല്ല, നമുക്കുള്ള ബന്ധങ്ങൾ, അത് ഒരുപാട് നല്ല ബന്ധങ്ങൾ ഇപ്പോഴും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഒരുപാട് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന നിരവധി നല്ല സുഹൃത്തുക്കൾ ഇപ്പോഴും എനിക്കുണ്ട്. ആ ഒരു ബന്ധം എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും നമുക്കത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു, എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, പല നേതാക്കന്മാരും വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഷൈൻ ചെയ്യും, പിന്നീട് പലർക്കും ആ പൊളിറ്റിക്കൽ ലെവൽ വളരാൻ കഴിയാതെ പോകുന്ന കാരണം എന്താണെന്ന് നോക്കിയിട്ട്. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. നമുക്കിതിൽ സംഘടനാ പ്രവർത്തനം നടത്താനും നല്ല രീതിയിൽ ഉയർന്നു വരാനും ഒപ്പം ജീവിതം കരുപ്പിടിപ്പിക്കാനും വേണമെന്ന് വിചാരിച്ചാൽ സിമ്പിളായി നടക്കും. ഇതിൽ ഒരുപാട് സാക്രിഫൈസിൻ്റെ ആവശ്യം വരുന്നില്ലേ? വരും. പക്ഷെ അതിനൊക്കെ അതിജീവിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നേറാൻ തീരുമാനിച്ചാൽ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇടയ്ക്ക് വെച്ച് വീണ് പോകുന്നവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾ വേറെ മേഖലയിലേക്ക് പോകുമ്പോഴാണ്. നമ്മൾ ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നമ്മുടെയൊക്കെ വഴി തെറ്റാൻ ഒരുപാട് അവസരം ഉണ്ടാവും. അസ്വാഭാവികം. അവിടെ വഴി തെറ്റാതെ നമ്മൾ നിൽക്കുകയും ഒപ്പം ഒരു ജീവിതശൈലി
നമ്മൾ സ്വീകരിക്കുകയും അതാണ് പോയിന്റ്. യെസ്, ഇതൊരു ജീവിത ശൈലിയായി മാറണം, ജീവിതശൈലി സ്വീകരിക്കുകയും ഒരു ഹരായി മാറും. ഹരായി മാറും. അത് മാത്രമല്ല മറ്റുള്ളവർക്ക് ഒരിക്കലും നമ്മൾ ബുദ്ധിമുട്ടാകാതിരിക്കുക. ആ രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ വന്നു കഴിഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെയാണ് പ്രശ്നം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് നിസ്വാർത്ഥമായ ഒരു സമീപനം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായാൽ ഒരു തവണയോ 2 തവണ ഒഴിവാക്കപ്പെട്ടാലും കയറി വരാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത് എന്താണെങ്കിൽ, ജോസ് വള്ളൂർ കേട്ടിട്ടുള്ളത് ഒരുപാട് എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ഒരു ലീഡറായിട്ടാണ്. ഇപ്പോഴും പലരുടെ സംഭാഷണങ്ങളിൽ തിരിച്ചു ഞാൻ കേൾക്കാറുണ്ട്. ഒരു നല്ല ലീഡർ, എത്തിക്സ് ലീഡർ, അത് ആ കാലഘട്ടം മുഴുവൻ തുടങ്ങിയിട്ടുള്ളൊരു ബേസ് അല്ല അത്, അച്ഛനിൽ തന്നെ പൊളിറ്റിക്കൽ എത്തിക്സ്. ചെറുപ്പം മുതലേ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നിയിട്ടുള്ള ഒരുപാട് നല്ല ശൈലികളുണ്ട്. ഇപ്പോൾ സഹപ്രവർത്തകന്മാരെ ചേർത്ത് പിടിക്കുക, ഒപ്പം നിൽക്കുന്നവരുമായി ടീമായി മുന്നോട്ട് പോവുക, എന്ത് കാര്യത്തിനും ഒരു ടീമായി പോവുക. അപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോവുകയാണെങ്കിലും, കോളേജുകളിലേക്ക് സംഘടനാ പ്രവർത്തനത്തിന് പോവുകയാണെങ്കിലും, അല്ലെങ്കിൽ KSUവിൻ്റെ പ്രവർത്തനം, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം, ഏത് പ്രവർത്തനം ആയിക്കോട്ടെ, ഒരു ടീമുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആദ്യകാലം മുതലുള്ള എൻ്റെ ഒരു ശൈലി. അതിൽ നമുക്ക് ഒരുപാട് ഗുണം നമുക്കുണ്ടാകും. ഇങ്ങനെ വളർന്ന സമയത്ത് തന്നെ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരൊരുപാട് വായനയിലേക്ക് പോകുമെന്ന് പറയുന്നത്. കാരണം ലോക നേതാക്കളെ കുറിച്ച് ആ സമയത്ത് വായിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും എല്ലാ ദിവസവും രാത്രി 1 മണിക്കൂറെങ്കിലും വായിക്കാതെ ഞാൻ ഉറങ്ങാറില്ല. രാത്രിയേ വായിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ പോകുന്നതാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയണം, അപ്ഡേഷൻ നന്നായി ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് വായന ഒരു നല്ല രാഷ്ട്രീയ നേതാവിന് 100% വേണ്ട ഒരു പ്രത്യേകതയാണ്. നന്നായി വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കണം. ഞാനിപ്പോഴും വിദ്യാർത്ഥിയാണ്, മരിക്കുന്നത് വരെ ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കും. അത് ജോൺ എഫ് കെന്നഡി പറഞ്ഞിട്ടുണ്ട്, ലീഡർഷിപ്പും ലേണിങ്ങും ഇൻസെപ്പറബിളാണ്. എ ലീഡർ ഈസ് എ ലേണർ. അതിപ്പോൾ ശ്രീ ജോസ് വള്ളൂർ കൃത്യമായി തുടരുന്നത് വളരെ സന്തോഷമുണ്ട്. കാരണം പല നേതാക്കന്മാരും എന്താണ് അവർ പറഞ്ഞത് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. അത് നിങ്ങളിങ്ങനെ വായിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയുന്നതിലെ വ്യക്തതയും അതിൻ്റെ രീതി തന്നെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇപ്പോൾ തലമുറയിൽ അങ്ങനെ വായനാശീലം വരുന്ന നേതാക്കന്മാർ വരുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ല, പുതിയ തലമുറ വായനയുടെ കാര്യത്തിലൊക്കെ വളരെ പുറകില്ല. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വന്നതോടുകൂടി ഇപ്പം എൻ്റെ മകളോട് പത്രം വായിക്കാൻ പറഞ്ഞാലോ പുസ്തകം വായിക്കാൻ പറഞ്ഞാലോ അവരത് ആ രീതിയിൽ ഉൾക്കൊള്ളില്ല. കാരണം കാലഘട്ടം മാറിയല്ലോ, ഡിജിറ്റൽ വേൾഡായി. സോഷ്യൽ മീഡിയ നമ്മളെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിച്ച് തുടങ്ങി. അപ്പോൾ മുൻകാലങ്ങളിലെ പോലെ വായനയുടെ ആവശ്യമുണ്ടോ എന്നാണ് പുതിയ തലമുറ ചിന്തിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായം വ്യത്യസ്തമാണ്. നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതും നന്നായി വായിക്കാൻ ശ്രമിക്കുന്നതും എത്ര സോഷ്യൽ മീഡിയ ഡെവലപ്പ് ചെയ്താലും അതിനപ്പുറത്തുള്ള ഒരു അറിവ് നമുക്കുണ്ടാക്കി തരും. ആ അറിവ് മറ്റ് ഏത് രീതിയിൽ നമുക്ക് ലഭിക്കില്ല. അതൊരു ഇമോഷണൽ ബോണ്ടിങ് കൂടി ഉണ്ട് അവിടെ. യെസ്, ഡിജിറ്റലായി ഇമോഷണൽ ബോണ്ടിങ് കിട്ടില്ല. മറ്റേതുണ്ട്. മാത്രമല്ല ഡിജിറ്റലായി നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ, ഇൻഫർമേഷൻസ് 100% പെർഫെക്റ്റ് ആണെന്ന് പറയാനും കഴിയില്ല. ഇല്ല, ഇപ്പോൾ റീലാണോ തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയാണ് AI വന്നതോടുകൂടി. അപ്പോൾ ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മിസ്ലീഡിംഗ് ആണ് കൂടുതൽ വരുന്നത്. യെസ്. അതുകൊണ്ട് പക്ഷെ ഒരു പുസ്തകം വായിക്കുമ്പോൾ, ഒരു ചരിത്രം വായിക്കുമ്പോൾ, പത്രം വായിക്കുമ്പോൾ, TV കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അത് ജെന്യുവനായിരിക്കും. മാത്രമല്ല നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലകത്ത് അത് പതിഞ്ഞു കിടക്കും. ഇപ്പം ഞാനൊക്കെ എവിടെയൊക്കെ പ്രസംഗിക്കാൻ പോകണമെങ്കിലും മുൻകാലങ്ങളിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് മനസ്സിലേക്ക് കടന്നു വരും. അത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സാഹചര്യങ്ങളനുസരിച്ച് നമുക്ക് ആക്ട് ചെയ്യാൻ കഴിയും. അതാണ് വായനയുടെ ഒരു ഈ അറിവിൻ്റെ ലോ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ആരാധിക്കുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയും ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയൊക്കെ വായിച്ച് തന്നെ അറിവ് അൺലിമിറ്റഡാണ്. എനിക്കൊന്ന് പറയാനുള്ളത്, അല്ലെങ്കിൽ ശ്രീ ജോസ് വള്ളൂരിന് ഇപ്പോഴത്തെ KSUകാരെ കുറിച്ചുള്ള അഭിപ്രായം. കാരണം അവരിനി എന്താണ് ചെയ്യേണ്ടത്, കൂടുതൽ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്ത സമരങ്ങളുടെ രീതിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അപ്പോൾ ഒരു KSUകാരായിരുന്നല്ലോ, വളർന്നതിലൂടെയായിരുന്നല്ലോ. ഇപ്പോഴത്തെ KSU ലീഡേഴ്സ് കൊടുക്കാവുന്ന നല്ല മെസ്സേജ് അവരെന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? മുൻകാലങ്ങളിലെ KSU പ്രവർത്തനവും ഇപ്പോഴത്തെ KSU പ്രവർത്തനം തമ്മിൽ വ്യത്യാസമുണ്ട്. അന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയുടെ മൗലികമായ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ അതിശക്തമായി നടത്തിയ ഒരു തലമുറയാണ് എൻ്റെ തലമുറ. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് എനിക്ക് മുമ്പുണ്ടായിരുന്ന തലമുറയും ഞങ്ങളെക്കാൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്തവരാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മുൻപത്തെ പ്രശ്നങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കുറവാണ്. മാത്രമല്ല ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം, യുവജന പ്രവർത്തനം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനങ്ങളിൽ തന്നെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ KSU നേതാക്കന്മാരാണെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരാണെങ്കിലും അവരൊക്കെ എടുക്കുന്ന ഒരു സ്ട്രെയിൻ വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു 10 വർഷം എന്നൊക്കെ പറയുന്നത് വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരു സമയമായിരുന്നു. ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയാണെങ്കിലും സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയനാണെങ്കിലും നമ്മൾ രാഷ്ട്രീയം പറയുന്നതല്ല, അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് സംസാരിക്കുന്നതല്ല. ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിൽ വരുന്ന സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അതെ, തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ കക്ഷികൾ തമ്മിൽ മത്സരം ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സംവിധാനം ഉണ്ടാകണം, തുല്യനീതി നടപ്പിലാക്കണം, ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് പ്രാമുഖ്യം കൊടുക്കണം, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം. അതാണ് ഭരണഘടന അനുശാസിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ 2 ഭരണാധികാരികളും നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തുകയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം, ജീവിക്കാൻ കഴിയുമോ എന്നുള്ള ഭയം, പേടിപ്പെടുത്തുന്ന ഒരുപാട് ഓർമ്മകൾ, ആ ഒരു കാലഘട്ടത്തിൽ അതിനെതിരെയുള്ള പോരാട്ടം സംഘടിപ്പിക്കുന്ന, അത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും യുവജന മേഖലയിലാണെങ്കിലും മറ്റ് സാമൂഹ്യ മേഖലയിലാണെങ്കിലും അതിനെതിരെ പോരാട്ടം നടത്തുന്നവർ ആരാണെങ്കിലും അവരെടുക്കുന്ന റിസ്ക് വളരെ വലുതാണ്. കൂട്ടത്തിൽ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം കൂടെ ഇതിനും കൂടെ മറുപടി പറയാം. നേരത്തെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെയൊക്കെ മനസ്സിലെ ആരാധ്യ പുരുഷനാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു രാഷ്ട്രീയക്കാരനായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നില്ലെങ്കിൽ, ലോകത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരൻ, നോബൽ സമ്മാനം പോലും വാങ്ങാൻ കഴിയുന്ന അത്രയും വലിയൊരു എഴുത്തുകാരനായി പ്രിയപ്പെട്ട, അങ്ങനെ വിദേശികൾ ഇപ്പോഴും പറയുന്നത് നെഹ്റു മാറിയാനെ. കാരണം അദ്ദേഹത്തിൻ്റെ സംസാരം, പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹം എഴുതിയ ഒരുപാട് നല്ല രചനകളൊക്കെ ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഒരുപാട് എത്ര നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും മറക്കാൻ കഴിയാത്ത അത്രയും ഡെപ്തിയാണ് അദ്ദേഹം. അത്ര ഹി വാസ് എ വിഷണറി. ആ വിഷണറി ലീഡേഴ്സിന് എപ്പോഴും അങ്ങനെ എഴുതാനും പറ്റും, അവരങ്ങനെ ചിന്തിക്കുള്ളൂ. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എവിടെ വായിച്ചു തീർക്കുന്നതാണ്, ജയിലിൽ നെഹ്റു എടുക്കുമ്പോൾ ഇന്ദിരാഗാന്ധി മകള് ലെറ്റർ ഏതാണ്, പിതാജി സ്റ്റഡിങ് ഹിസ്റ്ററി ഈസ് ഇൻട്രസ്റ്റിംഗ് എന്ന് എഴുതുകയാണ്. അപ്പോൾ അച്ഛൻ തിരിച്ചെഴുതാണ്, പ്രിയദർശിനി സ്റ്റഡിങ് ഹിസ്റ്ററി ഈസ് ഇൻട്രസ്റ്റിംഗ് ബട്ട് മോർ ഇൻട്രസ്റ്റിംഗ് ക്രിയേറ്റിംഗ് ഹിസ്റ്ററി. അത് അവർ ജീവിതത്തിൽ നടപ്പിലാക്കി എന്നുള്ളതാണ്. വലിയ സ്വാധീനം ചെലുത്തിയ വാചകമാണ് അത്. അബ്സല്യൂട്ട്ലി. അത് ഇന്ദിരാഗാന്ധിയുടെ ജീവചരിത്രത്തിൽ അത് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അത്തരം ലീഡേഴ്സ് ഇപ്പോൾ കുറഞ്ഞു വരുന്നതായി തോന്നുന്നുണ്ടോ? 100% ശരിയാണ് മാഷ് പറഞ്ഞത്. കാരണം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ലീഡേഴ്സിനെ സംബന്ധിച്ച് ഇന്ദിരാഗാന്ധി തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലൊരു വല്ലാത്തൊരു രൂപമാണ് ഇന്ദിരാഗാന്ധി. അയൺ ലേഡി. കാരണം 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉള്ള ഒരു 2 വർഷക്കാലം അവരെടുത്ത ഒരു റിസ്ക്, എല്ലാവരും ഒഴിഞ്ഞുപോയി, എല്ലാവരും പിരിഞ്ഞുപോയി. ജനതാ സർക്കാർ അധികാരത്തിൽ വന്നു, സഹപ്രവർത്തകരായവരൊക്കെ ജനതാ സർക്കാരിൻ്റെ ഭാഗമായി. ഒറ്റയ്ക്ക് അവർ എടുത്തൊരു സ്റ്റെപ്പ്, അന്ന് നാഷണൽ ലെവലിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. ഇപ്പോൾ ആ ഇഷ്യൂസ് ഉള്ള സ്ഥലത്തേക്കൊക്കെ ഇപ്പോൾ ആനപ്പുറത്ത് കയറി ബൽച്ചിയിൽ പോയി ഇന്ദിരാഗാന്ധി. നമുക്ക് ആലോചിക്കാൻ പറ്റും ഏത് കാലഘട്ടത്തിലാണ്. റോഡ് സൗകര്യം ഇല്ലാത്തൊരു കാലഘട്ടങ്ങളിൽ നടന്നും മല കയറിയും വെള്ളത്തിലൂടെ യാത്ര ചെയ്തും അവസാനം ആനപ്പുറത്ത് കയറി ബൽച്ചിയിൽ, ആദിവാസി കൂട്ടക്കൊല നടന്ന ബൽച്ചിയിൽ പോയ ഇന്ദിരാഗാന്ധിയുടെ രൂപം, അത് നമ്മളിപ്പോഴും നമ്മുടെ മനസ്സിൽ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ ആ ഇന്ദിരാഗാന്ധി പിന്നീട് 3 വർഷത്തിന് ശേഷം വലിയ ഭൂരിപക്ഷം നേടി ഞാനാണ് ശരിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുത്തോ? യെസ്. അവർ തിരിച്ചു വന്ന് പ്രധാനമന്ത്രിയായ ആ ഒരു അവരുടെ ഒരു നിശ്ചയദാർഢ്യമുണ്ടല്ലോ, ഒരു കോൺഫിഡൻസ്, അതൊക്കെ പൊളിറ്റിക്സിൽ, ഇന്ത്യൻ പൊളിറ്റിക്സിൽ സമാനതകളില്ലാത്തൊരു ചരിത്രം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പറയപ്പെടുന്നത് ഇന്ത്യയെ വേൾഡ് ലെവലിൽ ആ സ്ട്രോങ് രാഷ്ട്രമാക്കി കാണിച്ചു കൊടുത്തത് ഇന്ദിരാഗാന്ധിയാണെന്നുള്ളത്. യെസ്. ഏഴാം കപ്പൽപ്പടയുടെ ഒക്കെ വിഷയം നമുക്കറിയാലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 7ാം കപ്പൽപ്പട ഭീഷണിപ്പെടുത്തിയപ്പോൾ പറഞ്ഞല്ലോ, 7ാം കപ്പൽപ്പട അല്ല 8ാം കപ്പൽപ്പട വന്നാലും ഇന്ത്യക്കൊരു പോറലേൽക്കില്ല എന്ന് പറയാനുള്ളൊരു ആർജവം ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായത് അവരുടെ ആ ഒരു അവരുള്ളിലൊരു സ്ട്രോങ് ലീഡർ ഉണ്ടായിരുന്നു. അത് അവർക്ക് ജവഹർലാൽ നെഹ്റു എന്നൊക്കെ കിട്ടിയ ഒരു പൈതൃകം. അച്ഛൻ തന്നെയാണ് യൂണിവേഴ്സിറ്റി. യെസ്. അതൊരു നിസ്സാരമല്ല. കാരണം എനിക്ക് തോന്നുന്നത് ഈ അധികാരത്തിൽ നിന്ന് പോയിട്ട്
അധികാരത്തിൽ നിന്ന് പോയിട്ട്, അതും അധികാരത്തിന് പോകാൻ കാരണം അവരുടെ നിലപാടുകളാണെന്ന് ലോകം വിളിച്ചു പറയണം. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുകൊണ്ടും അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന ഒരുപാട് സംഭവങ്ങളും അധികാരം ഉപയോഗപ്പെടുത്തി അവർ നടത്തിയ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാണ് അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത്. പുറത്തു പോയാൽ ഇന്ത്യ വിട്ടു പോകുമെന്ന് വരെ പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. ഇന്ദിരാഗാന്ധി ഇന്ത്യ വിടുന്നു, ഇന്ദിരാഗാന്ധി വിദേശത്ത് പോയി താമസിക്കുന്നു എന്ന് വരെ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ അതൊന്നുമല്ലാത്ത രീതിയിൽ അവർ തിരിച്ചു വന്നു എന്ന് പറയുന്നത് അത് ഒരു വല്ലാത്ത തിരിച്ചുവരവിൻ്റെ ചരിത്രങ്ങളാണ് സക്സസിൻ്റെ Yes, yes. റിയൽ ചാപ്റ്റേഴ്സ്.